ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സെൽഫ് കെയർ, അതായത് എനിക്ക് മാത്രമായിട്ടുള്ള ഒരു സെൽഫ് കെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഏത് വർഷമാണെന്ന് പറഞ്ഞു 2014 എൻ്റെ വിശ്വാസം. അപ്പോൾ 2014 ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അപ്പൂപ്പനെ അമ്മൂമ്മനെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2019 വരെ ഞാൻ അവർ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കാനഡയിൽ പോയി. അപ്പോൾ പിന്നെ ലിയാൻ 2020 ജനിച്ചു. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. മോള് ജനിച്ചു. ഇപ്പോൾ അവളുടെയും മോൻ്റെയും അമ്മൂമ്മയുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ ഞാനിപ്പോൾ നോക്കുന്നുണ്ട്. സോ ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം കുറേ നാളായിട്ട് ഞാൻ എന്നെ സെൽഫ് കെയർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ചൂടായിട്ടുള്ള കോഫി രുചിയോടെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് അവിടെ പോയി ഓരോന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കാലിലങ്ങ് വീണായിരുന്നു. കാണിച്ച് മൊത്തം പൊള്ളി, പൊള്ളി. അതും കൂടെ ആയപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പായിപ്പോയി. അപ്പോൾ ഒന്നും വേണ്ടിയില്ല, എന്തെങ്കിലും ആവട്ടെ, ഞാൻ കുറച്ച് ബേണോന്ന് പറഞ്ഞൊരു സാധനം എടുത്തു. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്കും മ്യൂജിക്ക് ഭയങ്കര വിഷമമായി. ഞാനിങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു വാ നമുക്ക് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോവാം, അവിടെ പോയാൽ മോളെ നോക്കുമല്ലോ, മോനെ നോക്കുമല്ലോ. ഇപ്പം നിനക്ക് പോയി നമ്മുടെ സെൽഫ് കെയർ ആയിട്ട് നിനക്ക് എന്താണ് വേണ്ടത്? ഷോപ്പിംഗ് എങ്കിൽ ഷോപ്പിംഗ്, ഡ്രസ്സ് വല്ല മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേഷ്യലോ അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് പോയി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ അങ്ങനെ പോയി ചെയ്യാമെന്ന്. അപ്പം ഞാൻ കുറച്ചും കൂടെ പെട്ടെന്ന് എൻ്റെ മൈൻഡങ്ങ് ലൈറ്റായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ ഒരുമാതിരി ചകിരി പോലെ ഇരിക്കുന്നത്, എനിക്ക് നേരെ കെയർ ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. സോ ഞാൻ ആദ്യം കടയിൽ പോയി എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കുക, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ത്രെഡിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോവാം. അപ്പോൾ ഇന്ന് എനിക്ക് മാത്രം വേണ്ടി, ഞാൻ വേറെ ആരുടെ കാര്യം നോക്കത്തില്ല, എൻ്റെ കാര്യം മാത്രമേ ഇന്ന് നോക്കത്തുള്ളൂ. അത് നിങ്ങൾ സെൽഫിഷാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വല്ലപ്പോഴൊരിക്കും സെൽഫിഷ് ആയില്ല എങ്കിൽ, ഞാൻ ഹാപ്പി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എനിക്ക് ഹാപ്പിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ ഇത്രയും നാളും കംപ്ലയിൻ്റ് ഒന്നും പറയുന്നില്ലായിരുന്നു. എന്നാലും നമുക്കൊരാളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇങ്ങനെയാണെന്ന്. അപ്പോൾ യോജിക്ക് എന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര വിഷമം എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടതാ ഞാനിവിടെ വന്നപ്പോൾ മോളിവിടെ ഇപ്പോൾ ഉണർന്ന് എളുപ്പമുണ്ട്. അവർക്ക് കുടിക്കാനുള്ള പാലെല്ലാം ഞാൻ പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പമ്പും കൂടെ പോകത്തുള്ളൂ, ഒന്നും കൂടെ അവിടെ വെച്ച് പമ്പ് ചെയ്യും. അപ്പോൾ അതിന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. സോ ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരാൾ കൈയും ഉറിഞ്ചിയൊക്കെ ഇപ്പം എണീച്ച് പാല് കൊടുക്കാൻ വേണ്ടി ചേച്ചി റെഡിയാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടുക. അയ്യോ എണീച്ചേ, എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടുവാണേ. എങ്ങനെയായിരുന്നു ഞാൻ ഇറങ്ങുവാന്ന്, എങ്ങനെയായിരുന്നു? ഓക്കെ വാ പോവാം. പിന്നെ ഇവർ രണ്ടുപേരും എന്നെ കൊണ്ടാക്കാൻ വരുക. എവിടെയാണ് പോകുന്നത് നമ്മൾ മുടി ചെയ്യാൻ? ലഷ്. ഓക്കെ, എവിടെയോ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. പോയിട്ട് ബാക്കി വ്ളോഗ് എടുക്കാം. ചൂടിലിയാൻ അങ്ങനെ ഞാനിവിടെ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ ഡ്രാമ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിതൊന്നും കാണണ്ട, ഞാനൊരു ജീവനും കൊണ്ട് ഓടുവാണ്. ബൈ ഗൈസ്. അയ്യോ എൻ്റെ ബാഗ് തന്നു. ഞാൻ പോയിട്ട് കഴിയുമ്പോൾ വിളിക്കാം. സോ ഇവിടെയാണ് ഞാൻ പോകുന്നത്, ലഷ് എന്ന് പറഞ്ഞ സ്ഥലം. ലെറ്റ്സ് ഗോ സീ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇവിടെ ഡോർ. ഇതാണ് ഡോർ. അപ്പോൾ കയറിപ്പോയി ബാക്കി നോക്കാം. ഇതാണ് ലൊക്കേഷൻ. കുറേ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഷ് കോസ്മെറ്റിക് എന്ന് പറയുന്ന കടയിലാണ് ഞാൻ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ അല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കുറച്ച് പ്രോഡക്റ്റും കാര്യങ്ങളുണ്ട്. ഞാൻ സ്റ്റൈലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എൻ്റെ ഹെയർ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാൻ. ഞാൻ ക്യാൻഡയിൽ വെച്ച് അന്ന് ഞാൻ മുടി കളർ ചെയ്തപ്പോൾ ഉള്ളതായിരുന്നു, അതൊക്കെ കുറേ പോയി. സോ ഇന്ന് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് അനലൈസ് മൈ ഹെയർ. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് സജസ്റ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഹെയർ സ്പാ വിത്ത് ട്രീറ്റ്മെൻറ്റാണ് അത് സജസ്റ്റ് ചെയ്തേക്കുന്നത്. ബോട്ടോക്സ് വേണ്ട എന്ന് പറഞ്ഞു, ബിക്കോസ് ബോട്ടോക്സിൻ്റെ ആവശ്യമില്ല എന്നവർ പറയുന്നുണ്ട്. കാരണം അത്രയ്ക്കും ആയിട്ടുള്ള ഇതില്ല, പിന്നെ വോളിയൂമും കുറയും. അപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. സോ ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്കിനി അടുത്ത വീഡിയോ എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തല മൊത്തവും ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു ഹെയർ മസാജ് പോലെ കാണും, പിന്നെ അത് വാഷ് ചെയ്ത് കളയാം. I'll just stop that recording. അങ്ങനെ മസാജൊക്കെ ചെയ്തൊരു 5 minutes വെയിറ്റ് ചെയ്തിട്ട് വേണം. എൻ്റെ സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആയിരുന്നു, അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ഇപ്പോൾ തന്നെ എൻ്റെ ഒരു പകുതി സ്ട്രെസ്സ് കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത്രയും നല്ല മസാജായിരുന്നു. അപ്പോൾ ഇവിടെ ആരെയും ഞാൻ നോക്കണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സബ് കോൺഷ്യസ്ലി നോക്കും ആർക്കെങ്കിലും എന്നെ വേണമെന്ന്. പക്ഷെ ആർക്കും എന്നെ വേണ്ട. അതുകൊണ്ട് ഞാനിവിടെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. യോജി പറഞ്ഞ എന്തായാലും കാര്യമായി. എനിക്കാണെങ്കിൽ എല്ലാവരുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഒരു വിഷമമായിരുന്നു എൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഐ ഫീൽ സോ റിലീവ്ഡ്. സോ എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എങ്ങനെയുണ്ട്, അവിടെ അടിയാണോ പിടിയാണോ എന്ന് ഒന്ന് ജസ്റ്റ് വിളിച്ച് നോക്കാം ഈ 5 minutes വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മുടി വാഷ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ വാഷ് ചെയ്തിട്ട് പിന്നെ അടുത്തത് നമ്മൾ പാക്ക് ഇടാൻ പോവാണ് സ്പായുടെ. ഇപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റാണ്, വാട്ട് ആർ വി ഡൂയിങ് വിത്ത് ആ ഹെയർ സ്പാ? ഡീപ്പ് കണ്ടീഷനിങ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ കളർ ചെയ്ത് മുടിയുടെ ഡ്രൈനെസ് അങ്ങ് കുറയും. അങ്ങനെ നമ്മൾ അടുത്തത് മസാജ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ ഹെയറിലെല്ലാം മാസ്ക് ഇട്ടിട്ടുണ്ട്. മസാജ് ചെയ്തിട്ട് വേണം ഇനി എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പോൾ തന്നെ ഞാൻ നല്ല റിലാക്സ് ആകുന്ന പോലെ ഉണ്ട്. കുറച്ച് നേരം കണ്ണടച്ച് ഇവിടെ ഇരിക്കട്ടെ ഞാൻ.
അങ്ങനെ ഞാൻ എൻ്റെ മുടി ഒന്ന് ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാപ്പ് ഇട്ടേക്കുവാണ്. ഇനി ഞാൻ പെഡിക്യൂറും കൂടി ചെയ്യാമെന്ന് കരുതി. ബിക്കോസ് ഇവിടെ എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഫേസ് ഒന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ ഉഷയൊക്കെ ആയുർവേദയിൽ പോയിട്ട് ഞാൻ മറ്റേ ഫേസ് മാസ്ക് കുറേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഫേസ് അങ്ങനെ ചെയ്യുന്നില്ല. ഇനി പെഡിക്യൂറും കൂടി ചെയ്തിട്ട് വീട്ടിൽ പോവാം. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെഡിക്യൂറാണ്. ഇതാണ് What kind of mask is this? So handsome. Sir, are you single? Yes. Oh, so sad. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ മുടി എങ്ങനെയുണ്ടെന്ന്. എൻ്റെ മുടി ഭയങ്കര ബോറായിരുന്നു. ഒന്നും ഞാൻ മെയിൻറ്റെയിനേ ചെയ്യാതെ, കുളിക്കാൻ പോലും നേരെ സമയമില്ലായിരുന്നു. ബോട്ടോക്സ് ഒന്നും ചെയ്ത, വെറും ഹെയർ സ്പാ അത്രേ ചെയ്തുള്ളൂ. പുള്ളി കഴിഞ്ഞ് എൻ്റെ മുടീൻ്റെ ടെക്സ്ചറിന് ഇതാണ് പറ്റിയത്. അപ്പം അങ്ങനെ ചെയ്തു. അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിൻ്റെ ഹെയർ കട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് പോകണം. അങ്ങനെ ഞാൻ കടയ്ക്ക്, രാധാസ് കടയ്ക്ക് ഒരു പെട്ടെന്ന് രണ്ട് ഡ്രസ്സ് ഇത്രയും നേരം ഞാൻ പമ്പൊന്നും ചെയ്യാൻ തന്നെ ഞാൻ ഇപ്പോൾ പമ്പ് ചെയ്തൊന്നും നടക്കുക. ആരും എന്നെ കാണാതെ ഞാൻ ഓടിച്ചോടി വീട്ടിനകത്ത് കയറട്ടെ. ഹായ്, നൈസ് ടു മീറ്റ് യു. എന്താണ് പ്രശ്നം? ഒക്കെ പാല് വേണോ? തരാം. അയ്യോ അയ്യോ. അങ്ങനെ ഒരാൾ ഓടി വന്ന് ഡോറ് പെട്ടെന്ന് തുറന്നപ്പോഴത്തേക്കും ഡോറ് കൊണ്ടുവന്ന് കണ്ണിലിടിച്ച് പാവം. കണ്ണുകൊണ്ട് തല വരെ വേനിക്കുന്നു പാവം. പോട്ടെ. അങ്ങനെ ആളുടെ കണ്ണും പോയി, എല്ലാം പോയി. അങ്ങനെ നമ്മൾ മണി 3:45 ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം എന്തായാലും മുടിയൊക്കെ ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ.
ഫുഡ് കഴിക്കുകയാണോ? തണുത്ത വെള്ളമുണ്ടല്ലേ? വീട്ടിൽ വന്നിട്ട് ഞാൻ വലിയ പരിപാടിയൊന്നും എടുക്കുന്നില്ല, റെസ്റ്റ് എടുക്കുവാണ്. മോൾക്ക് മാത്രം പാല് കൊടുത്ത് അങ്ങ് ഉറക്കി. ഇപ്പോൾ ലിയാൻ്റെ കസിനൊക്കെ വന്നായിരുന്നു സ്കൂൾ വിട്ട്. ലിയാനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. യോഗിയുടെ കൂട്ടിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ യോജിക്ക് ഇവിടെ ഒരു ലാൻഡുണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ ലാൻഡിനെ ബിസിനസ്സും കാര്യങ്ങളും ഐഡിയ ആയിട്ട് ഇതൊക്കെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എന്താണെന്ന് എനിക്ക് നേരെ അറിഞ്ഞത്. കണ്ടം വയലെന്നൊക്കെ പറയുന്നത് ഞാൻ നാട്ടം പുറത്ത് വളരാത്തതുകൊണ്ട് എനിക്കിങ്ങനെ വലുതായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞുവിടാം. പറഞ്ഞതിനകത്ത് കാര്യത്തെക്കുറിച്ച് ഞാൻ പറയത്തുമില്ല. സോ ഇവിടെ ടിപ്പർ ലോറിയൊക്കെ വന്ന് ആളോട് താഴെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഷോർട്ട് ഇതായപ്പോൾ ഇടാം. ഞങ്ങൾ കണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് കൃഷി ചെയ്യാന്നുള്ള പരിപാടി. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അയ്യോ മഴ പെയ്യുന്നു, സീനായി. എല്ലാം കഴിഞ്ഞിട്ട് കാണാം. മഴ കൊട മഴ വന്ന പോപ്പിക്കൊട. ചെരുപ്പില്ലാതാണോ നീ നടക്കുന്ന റോഡില്? നിങ്ങളൊക്കെ ആരാന്ന് എനിക്കറിയത്തില്ല. ടുഡേസ് മൈ റെസ്റ്റ് ഡേ. നിങ്ങളായി നിങ്ങളുടെ പാടായി. അവനാരെ എനിക്കറിഞ്ഞൂടാ. എടാ ആ സംഭവം നീ അവിടെ എന്താ ചെയ്ത? മറ്റേ കണ്ടത്തിന്റെ അവിടെ എന്താണ് ചെയ്യണത്? എന്താണ് സംഭവം? ഹലോ റബ്ബർ വെട്ടേക്കുമായിരുന്നു. മുറിച്ചിട്ട് 3 വർഷം 4 വർഷം കൊണ്ടായി. അതിന്റെ കുറ്റിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കണ്ടം വൃത്തിയാക്കി അതിലേക്ക് നമ്മള് വാഴയും ചീരയും വെണ്ടയും എന്തെങ്കിലുമൊക്കെ തോന്നുന്നില്ല നമുക്ക് നമ്മുടേതായ കഴിക്കാനുള്ള ഫുഡെല്ലാം ഐറ്റംസ്. ഒരു ചെറിയ കുളം, മീൻകുളം. ഓ യാ, കുറച്ച് വരാലിനെയോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ നോർമൽ ഫിഷസിന് കിട്ടും. അതിനെ മേടിച്ച് അതിടണം. കഴിയുമ്പോൾ അപ്പോ ആരെല്ലാം തീറ്റ കൊടുത്തോളൂ. ഞാൻ ആഴ്ച ഒരിക്കലും എടുത്തോളൂ. അപ്പോൾ അവർ തീറ്റ കൊടുത്തോളൂ. പിന്നെ സ്പ്രിങ്കിൾ വെക്കും തന്നെ സാധനങ്ങൾ. പിന്നെ മഴയുണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ആ കണ്ടത്തിൽ അങ്ങനെ ഇത് വേണ്ട. കാര്യം വെള്ളം എപ്പോഴും വരുന്ന ഇതാ. വെള്ളം ഉണ്ടായി അത് ഓൾറെഡി കണ്ടമല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ വെള്ളം കോരി ഒഴിക്കാം. നമുക്ക് പക്ഷേ ബുദ്ധിമുട്ടിരിക്കണ്ടല്ലോ. നമുക്ക് സ്പ്രിങ്കിൾ വെച്ച് കഴിഞ്ഞാൽ പൊടി തന്നെ സെറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാം തേച്ചിട്ട് ഞാനും ചേച്ചിയും പുറത്തു പോവാണ്. ഓക്കെ ബൈ ഗായ്സ്. നോ യോ ചേച്ചി പെട്ടെന്ന് നോക്കുവാമാര് പോ. പെട്ടെന്ന് പോകാന്ന് വണ്ടി ഇരിക്കണത്. അയ്യോ ചേച്ചി രാവിലെ തൊട്ട് പണി ചെയ്യുക. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇത് കിടന്ന് അലച്ചു തുടങ്ങി. അങ്ങനെ നമ്മളൊരു വനിതം എന്ന് പറഞ്ഞ ഒരു കടയിലേക്ക് വന്നേക്കുക കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇതാണ് ഉള്ളതിൽ ഏറ്റവും നല്ല കട ഇവിടെ ഈ അടുത്ത്. സോ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഇതാണ് സൗകര്യം. അതെ അതെ അതെ, ഫെസിലിറ്റേറ്റഡ് ബൈ സെൻട്രൽ ബസാർ. അതാണ് കട. Coming for barbecue. Barbecue? Yes. Yes sir, can you let me come? Wait. Something in your pocket. Is something in your pocket? No sir, nothing in my pocket. I can see something like candy. പോടാ. എന്താണ് ഉണ്ടാക്കുന്നത്? ബാർബിക്യൂ. ഓ യാ.
കരച്ചിലാണ്. ക്യാമറയിൽ കുണ്ടി കാണിക്കരുതെന്ന്. ഒന്നും ആയിട്ടില്ല കേട്ടോ വിവേകെ. വലിയ കാര്യത്തിൽ തിരിച്ചാണല്ലേ. പൊക്കം കൂടുതലായിപ്പോ അല്ലേ? പക്ഷെ ഇറക്കാൻ വഴിയുണ്ടോ? കാര്യം ചെയ്യാം, ആ കനലെടുത്തിട്ട് എല്ലാ പിള്ളേരെയും 60 പേര് വെച്ച് പിരിച്ചാൽ അങ്ങനെ 60 പേര് വെച്ച് പിരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീണ്ടും പൈസ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ പിന്നെ മൊത്തം എമൗണ്ട് പറയുന്നതാണ്. മൊത്തത്തിൽ ഞങ്ങൾ ആണല്ലേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ മോള് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി. അവൾ ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ എന്തായാലും പോവുകയാണ്. അപ്പോൾ ഇഫ് യു ഗൈസ് ഡു ലൈക്ക് മൈ വ്ളോഗ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.